ഹായ് ഫ്രണ്ട്സ്, അമ്പാടിയമ്മ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതാ ടേബിൾ മാറ്റുകളാണ് ചെയ്യണത് കേട്ടോ. ഈ ഒരു ഷേപ്പിലുള്ള ടേബിൾ മാറ്റ് റൗണ്ട് സ്റ്റിച്ച് ഉപയോഗിച്ച് വരുന്ന ടേബിൾ മാറ്റാണ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി നമ്മുടെ വീഡിയോ ഒരെണ്ണം ടേബിൾ മാറ്റിൻ്റെ ചെയ്തത് ഈ ഒരു ഷേപ്പിൻ്റെ തന്നെ റൗണ്ട് സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്യണത് നമ്മൾ എടുക്കുന്നുണ്ട്. ഇന്ന് നമ്മളിതും കൂടെ ചെയ്യണതിൻ്റെ ഈ റൗണ്ട് സ്റ്റിച്ചും സ്ക്വയർ സ്റ്റിച്ചും എങ്ങനെയാണ് രണ്ട് റിങ്ങുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം, ഇങ്ങനെയുള്ള സംശയങ്ങൾ തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തപ്പോൾ ഈ ടേബിൾ മാറ്റിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് രീതിയിൽ ഈ ഒരു ടേബിൾ മാറ്റ് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ അതിലൊരു രീതി ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് മെത്തേഡാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ത്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ത്രെഡ് നമുക്ക് ഒരുപാട് ലെങ്ത്തിൽ കട്ട് ചെയ്യണ്ട, നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കണ ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. അങ്ങനെയല്ല, നമുക്കൊരു മീറ്ററൊക്കെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. രണ്ട് ഫോൾഡായിട്ട് മടക്കി കഴിയുമ്പോൾ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിലേക്ക് ഇതാ 6 ബീഡ്സിനെ കോർത്ത് കൊടുക്കാം. ഇത് ഏത് ഭാഗത്ത് കൂടെ വേണമെങ്കിലും, ഇപ്പോൾ ഒരു ത്രെഡിന് 2 തലപ്പുണ്ട്, അതിൽ ഏത് പോർഷനിൽ വേണമെങ്കിലും കോർക്കാം. 6 ബീഡ് നമ്മൾ കോർത്ത് കൊടുത്തിട്ടുണ്ട്. ആറാമത്തതിന് ഇതുപോലെ കോർത്ത് വെച്ചാൽ എൻ്റെ റൈറ്റ് ഹാൻഡിൽ ഇരിക്കുന്നതിന് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക്, അതായത് റൈറ്റിൽ വരുന്ന ബീഡിൻ്റെ ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഹോള് റൈറ്റ് ആൻഡ് ലെഫ്റ്റിൽ വരും. അപ്പം റൈറ്റിലത്തെ ത്രെഡിനെ ഞാൻ ലെഫ്റ്റിലേക്ക് കോർത്ത് കൊടുക്കണം, ലെഫ്റ്റിലത്തെ ത്രെഡിനെ റൈറ്റിലേക്കും കോർത്തതാ ഇതുപോലെ എടുക്കണം. ഇതൊരു ത്രെഡിൻ്റെ ഒരു ബീഡിൻ്റെ ഹോളിൽ കൂടെയാണ് 2 സൈഡിലേക്ക് എടുത്തേക്കണത്. ഇതിനെയാണ് ക്രിസ് ക്രോസിങ് എന്ന് പറയണത്. നമുക്കൊരു റിങ്ങായി. ഇനി ഈ 2 സൈഡിലും ഇതിപ്പോൾ ഓൾറെഡി നമുക്ക് 2 സൈഡിലേക്കും കവർ ചെയ്ത് വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഈ 2 സൈഡിൽ, ഇത് ഞാൻ പറഞ്ഞു ഓൾറെഡി സെക്കൻഡ് മെത്തേഡാണ്. ഈ മെത്തേഡിൽ കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിക്കണത് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ 2 കോർത്ത് കൊടുക്കുക, റൈറ്റ് സൈഡിലും 2 കോർത്ത് കൊടുക്കുക. ഒരു ബീഡ് നമുക്ക് ഓൾറെഡി ആദ്യം ചെയ്തു വെച്ച റിങ്ങിലത്തെ ഒരു ബീഡ് നമുക്ക് കോമൺ ബീഡായിട്ട് വരും. അപ്പോൾ 2 സൈഡിലേക്ക് ഈ 2 ബീഡ് കോർത്ത് കൊടുത്തു. ദെൻ അടുത്തൊരു ബീഡിനെ എടുക്കുക. നമ്മൾ ആ ബീഡിലേക്കാണ് 2 സൈഡിലത്തെ ത്രെഡും ക്രിസ് ക്രോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇതുപോലെ ക്രിസ് ക്രോസ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇനി ഇതിനെ നമ്മൾ സെൻറ്ററിലോട്ട് വലിച്ചെടുത്താൽ 2 റിങ് ആയി. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്രയും റിങ്ങുകളെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നോക്കിക്കോളൂ, ലെഫ്റ്റ് സൈഡിൽ 2 കോർത്തു, റൈറ്റ് സൈഡിലും 2 കോർത്ത് കൊടുക്കുക. ദെൻ അടുത്തൊരു ബീഡ് എടുക്കുക, 2 ത്രെഡ് അതിലൂടെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും, 2 ത്രെഡും കൂടെ ഒരു സൈഡിൽ നിന്നല്ല കോർക്കണത്, 2 സൈഡിൽ നിന്നുമാണ് കേട്ടോ കോർക്കണത്. കണ്ടല്ലോ, ഇത് ത്രെഡ് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇൻറ്റു പോലെ വരും, ഒരു ക്രോസ് ആയിട്ട് വരും. ഇനി ഇതിനെ ത്രെഡിൻ്റെ 2 തുമ്പും ഒപ്പം പിടിച്ചിട്ട് വലിച്ചെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ റിങ് സ്റ്റിച്ചുകൾ ചെയ്തെടുക്കുന്നത്. ഇത് ഓരോന്നും ഷേപ്പ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് വ്യത്യാസം വരും കേട്ടോ. ഈ ടേബിൾ മാറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. നമുക്ക് എത്ര റിങ് ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനൊരു 3 റിങ്ങും കൂടെ ചെയ്തെടുക്കാം. ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 6 റിങ്ങുകളായി. 1 2 3 4 5 6 റിങ്. ഇനി നമുക്ക് ഇതിനെ അടുത്ത ലെയറിലേക്ക് കയറണം. അടുത്ത ലെയറിലേക്ക് കയറണമെങ്കിൽ 2 സൈഡിലും കോർത്ത് കൊടുത്താൽ പറ്റില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ, ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിലത്തെ ത്രെഡാണ് എടുത്തേക്കുന്നത്, അതിലേക്ക് നമുക്ക് 5 മുത്തുകൾ ഒരുമിച്ച് കോർത്ത് കൊടുക്കാം കേട്ടോ. നേരത്തെ നമ്മൾ ഡിവൈഡ് ചെയ്ത് 2 സൈഡിലേക്ക് ഈക്വലായിട്ടാണ് കോർത്ത് കൊടുത്തത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കോർത്ത് കൊടുക്കുക. 5 മുത്ത്, ഒരു മുത്ത് നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട് കോമൺ ബീഡായിട്ട്. അപ്പം അങ്ങനെ 6 മുത്താവും. 5 കോർത്ത് 5-മത്തതിൽ നമ്മളിതിനെ ക്രിസ് ക്രോസ് ചെയ്യാണ് കേട്ടോ.
അഞ്ചാമത്തതിൽ ക്രോസ് ചെയ്യുമ്പോൾ നമുക്കിതാ ത്രെഡിനെ ഇങ്ങനെ കിട്ടും. ഒരു ത്രെഡ് മുകളിലേക്കും ഒരു ത്രെഡ് നമ്മൾ ആദ്യം ചെയ്തു വെച്ച റിങ്ങുകളുടെ അടുത്തേക്കായിട്ട് കിട്ടും. അപ്പോൾ ഈ ആദ്യം ചെയ്തു വെച്ച റിങ്ങുകളുടെ അടുത്തേക്ക് നിൽക്കണ ഈ ത്രെഡിനെ അതിനോട് ചേർന്ന് നിൽക്കണ ഒരു ബീഡിലോട്ട്, ഒറ്റ ബീഡിലോട്ട് ഇതുപോലെ കോർത്തെടുക്കുക. അപ്പോൾ അതാ നമുക്ക് ഈ 2 റിങ്സും ജോയിൻ്റ് ആയി നിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ ത്രെഡ് വരിക. ഈ ത്രെഡിനെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ 2 റിങ്ങുകളും അതിലുള്ളതുപോലെ, 2 ബീഡുകളും അതിൽ കോർത്ത് വെച്ചിരിക്കണ പോലെ ആയിരിക്കും നിൽക്കുക. ഇനി നമുക്ക് ഇതുപോലെ തന്നെ പുറത്തേക്ക് നിന്നായിരുന്ന നമ്മുടെ ഈ ത്രെഡിൽ, മുകളിലേക്ക് നിൽക്കുന്ന ത്രെഡിൽ 4 ബീഡ്, ഓൾറെഡി ഇതിൽ 2 ബീഡ് ഉണ്ട്, ബാലൻസ് 4 ബീഡുകൾ നമ്മൾ കോർത്ത് കൊടുത്താൽ മതി. 4 എണ്ണം കോർത്ത് കൊടുക്കാം. നാലാമത്തതിൽ നമുക്ക് ഇതുപോലെ തന്നെ ക്രിസ് ക്രോസ് ചെയ്ത് കൊടുക്കുക. വലിച്ച് മുത്തുകൾ അടുത്ത ലെയറിലേക്കുള്ള ഫസ്റ്റ് റിങ്ങിന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ത്രെഡ് ഒരെണ്ണം മുകളിലേക്ക് പോയി, അതായത് അവിടേക്ക് വേറെ കണക്ഷൻസ് ഒന്നുമില്ല, അടുത്ത ത്രെഡ് താഴേക്ക് വന്നതിലാണ് നമ്മുടെ ബീഡ്സിൻ്റെ ലൈനിലേക്ക് വന്നു. അപ്പോൾ ഈ താഴേക്ക് വന്ന ത്രെഡിനെ നമ്മുടെ തൊട്ടടുത്തുള്ള 2 ബീഡുകൾ എടുക്കുക. എങ്ങനെ? ഇതിങ്ങനെ 2 റിങ്സ് ജോയിൻ്റ് ആയി നിൽക്കണടുത്ത് ഈ 2 റിങ്സും ജോയിൻ്റ് ആയി, ഇപ്പം നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ കാണാം ഇങ്ങനെ 3 ബീഡ്സ് ഒരുമിച്ചുണ്ടാവും. അപ്പോൾ ഈ 2 റിങ്സ് ജോയിൻ്റ് ആവണ പുറത്തുള്ള ബീഡാണ് ഇത്. ഈ 2 ബീഡുകൾ, ആ 2 ബീഡുകളിൽ കൂടിയാണ് നമ്മൾ ത്രെഡ് കോർത്ത് കൊടുക്കേണ്ടത്. സെൻറ്റർ ബീഡല്ല, ഈ 2 അറ്റത്തും നിൽക്കണ ഓരോ ബീഡുകളെ നമുക്കിതിലേക്ക് കോർത്ത് കൊടുക്കാം. കണ്ടല്ലോ. ഇനി നമുക്ക് പുറത്തേക്ക് നിൽക്കണ ഒരു ത്രെഡ് ഉണ്ട്, മുകളിലേക്ക് നിൽക്കണ ത്രെഡ്, അതിലേക്കാണ് നമ്മുടെ ബാക്കി 3 ബീഡുകളെ കോർത്ത് കൊടുക്കണം. ഓൾറെഡി 3 ബീഡായി ഇപ്പോൾ നമുക്ക് ഈ ത്രെഡിൽ കോമൺ ബീഡുകൾ. ഇനി 3 ബീഡും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 6 ബീഡിൻ്റെ റിങ്ങായിട്ട് കിട്ടും കേട്ടോ. സെക്കൻഡ് റിങ്ങുമായി. ഇനി അടുത്തതും അതുപോലെ തന്നെ ഈ 2 മുത്തുകളെ കോർത്ത് കൊടുക്കുക. നമ്മുടെ ഈ 2 റിങ്ങുകൾ 1 2 ഈ 2 റിങ് ജോയിൻ്റ് ആയി വരണോടത്ത് ഇതുപോലെ വരും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബീഡ് ഒഴിച്ച് ബാക്കി ഈ 2 ബീഡുകളിലാണ് നമ്മൾ ത്രെഡ് കോർക്കേണ്ടത്. കണ്ടല്ലോ. വീണ്ടും നമ്മൾ 3 മുത്തുകൾ തന്നെ കോർത്ത് കൊടുക്കുക. മൂന്നാമത്തേൽ ക്രിസ് ക്രോസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഈ അറ്റം വരെ ചെയ്തെടുക്കാം കേട്ടോ. മൂന്നാമത്തേതിൽ ക്രിസ് ക്രോസ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഏറ്റവും അറ്റത്തെത്തി. ഇനി നമുക്ക് ഈ 2 ബീഡുകളും കോർത്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഈ 2 കോമൺ ബീഡുകൾ കോർക്കണ ത്രെഡിലല്ല മുത്തുകൾ കോർത്ത് കൊടുത്തത്. പക്ഷേ അറ്റത്തെത്തുമ്പോൾ നമ്മൾ ഇതിൽ വേണം മുത്ത് കോർത്ത് കൊടുക്കണം. കാരണം നമുക്ക് അടുത്തൊരു ലെയറിലേക്ക് പോകണം. ഇതിപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറിലെ ലാസ്റ്റ് റിങ്ങാണ്. അപ്പോൾ ഈ കോമൺ ബീഡിൽ കോർത്ത അതേ ത്രെഡിൽ തന്നെ അപ്പം നമ്മുടെ ഈ ബീഡിൻ്റെ ഉള്ളിലായിരിക്കും, ഇവിടെ ആയിരിക്കും ഒരു ത്രെഡ് ഈ അറ്റത്തേക്ക് വന്നിട്ടുണ്ടാവും. അറ്റത്ത് നിൽക്കണ അതേ ത്രെഡിൽ നമ്മുടെ ബാലൻസ് 3 ബീഡും കോർത്ത് കൊടുക്കുക. കണ്ടല്ലോ, ഈ അറ്റത്താണ് കോർത്ത് കൊടുത്തത്. കഴിഞ്ഞതിലൊക്കെ ഇതിലാണ് കോർത്തത്, ഇതിൽ ഈ അറ്റം കോർത്തു. അപ്പോൾ ഇതാ തന്നെ നമുക്ക് മൂന്നാമത്തെ ലെയറിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ലെയറിന് ഇതാ തൊട്ടടുത്തുള്ള ഒരു ബീഡിലേക്ക് കോർക്കാം. നമ്മൾ ഈ സെക്കൻഡ് ലെയർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തോ അതുപോലെ തന്നെയാണ് കേട്ടോ തേർഡ് ലെയറും പോണത്. ഇതിപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വയ്ക്കുമ്പോൾ ഒരേപോലെ തന്നെയാവും. നമ്മുടെ കൈപ്പാങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാട്ടെ. എനിക്ക് ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോഴാണ് എളുപ്പം. അപ്പം 4 ബീഡാണ് ആദ്യത്തെ റിങ്ങിലേക്ക് കോർത്ത് കൊടുക്കേണ്ടത്. നാലാമത്തേൽ ത്രെഡ് കോർത്ത് കൊടുക്കുക.
then അടുത്ത 2 ബീഡും കൂടെ സെയിം നമ്മൾ സെക്കൻഡ് ലെയർ എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡും ചെയ്ത് കൊടുക്കണം കേട്ടോ. തേർഡ് ലെയറും അപ്പോൾ 3 കോമൺ ബീഡാവും. ദെൻ മുകളിലേക്ക് നിൽക്കുന്ന ത്രെഡിൽ നമ്മൾ അടുത്ത 3 ബീഡിനെയും കൂടെ കോർക്കുക. മൂന്നാമത്തതിൽ ക്രോസ് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ തന്നെ അടുത്തത് 2 റിങ്ങുകളും ജോയിൻ്റായി വരുന്ന ബീഡ്, ഓരോ ബീഡുകളാണ് കേട്ടോ നമ്മളിങ്ങനെ എടുക്കുക ലെയർ ജോയിൻ ചെയ്യാനായിട്ട്. അത് ഏത് വർക്കിലായാലും അതെ, അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ 2 റിങ്ങുകൾ ജോയിൻ്റായി വരുന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. വീണ്ടും അതുപോലെ തന്നെ ഇതാ ഈ തേർഡ് ലെയറിലും ലാസ്റ്റ് റിങ്ങിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ത്രെഡ് വന്നു, ഒന്ന് മുകളിലേക്ക് ഒന്ന് സൈഡിലേക്ക് വന്നു. ഈ സൈഡിലേക്ക് വന്ന ത്രെഡിലാണ് നമ്മൾ ബീഡ് കോർത്ത് കൊടുക്കുന്നത്. ബാക്കി എല്ലാ റിങ്ങിനും നമ്മൾ മുകളിലേക്ക് പോയ ത്രെഡിലാണ് കേട്ടോ കോർത്ത് കൊടുക്കുക. ലാസ്റ്റ് അടുത്ത ഒരു ലെയറിലേക്ക് കയറാനായിട്ടാണ് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വന്ന് ഇതിൽ കോർത്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ത്രെഡിനെ ഇങ്ങോട്ട് അടുത്ത മുകളിലേക്കായിട്ട് കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ കോർത്ത് വരുമ്പോൾ ഈ ഒരു സൈഡിലേക്ക് വരും. നേരെ മുകളിലേക്ക് വന്നാലാണ് നമുക്ക് അടുത്ത ലെയറിൽ കയറാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന് എത്ര ലെയറുകൾ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യണ സൈസ്, അതായത് മാറ്റ് എത്ര സൈസിലാണോ ചെയ്യേണ്ടത് എന്നുള്ളതനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ മാറ്റിൻ്റെ സൈസ് നോക്കാൻ നമ്മൾ ഈ സെൻറ്റർ ലൈൻ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്തു തുടങ്ങിയ ഒരു ലെയർ ഉണ്ടല്ലോ, ഈ ഒരു ലെയർ, ഈ ഒരു ലെയറാണ് സെൻറ്റർ ലെയർ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എത്ര റിങ്സ് ആണോ ചെയ്യണത് അതൊരു സ്കെയിൽ വെച്ച് എങ്ങനെ അളന്ന് നോക്കുക. അപ്പോൾ അത് എത്ര ഉണ്ടോ അതാണ് നമ്മുടെ മാറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള അത്ര ലെയറുകൾ ചെയ്ത് കൊടുക്കുക. എത്ര ഇഞ്ചസ് ആണോ ആവശ്യം അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അതാ വീണ്ടും 6 ഒരു ലെയറായി. പിന്നെ വന്നിട്ട് മാറ്റിൻ്റെ സൈസ് കണക്കാക്കണത് ഈ സൈഡ് റിങ്ങുകൾ എണ്ണിയിട്ടാണ്. നമ്മൾ ഇത് ആ ഒരു ഷേപ്പ് വന്ന് 6 വശങ്ങളുള്ള ഒരു ഷേപ്പായിരിക്കും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിടെ മാറ്റിന് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ മാറ്റിൽ നമ്മൾ എണ്ണി നോക്കുക എത്ര ലെയേഴ്സാണ് വരുന്നതെന്ന്. അപ്പോൾ ഓരോ ഈ 6 വശങ്ങളും എണ്ണുമ്പോഴും ഒരേ റിങ്സ് ആയിരിക്കണം കിട്ടണത്. ഇപ്പോൾ 6 റിങ്സ് അല്ലെങ്കിൽ 4 റിങ്സാണ് നമ്മൾ ഒരു വശത്തുള്ളതെങ്കിൽ ആ 4 റിങ്സ് തന്നെയായിരിക്കണം ബാക്കി 5 വശത്തും ഉണ്ടായിരിക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പ്രോപ്പർ ഷേപ്പ് ഉണ്ടായിരിക്കുക. പിന്നെ വേണമെങ്കിൽ അല്ലാതെയും ചെയ്യാം കേട്ടോ, ലെങ്ത്ത് കൂട്ടിയൊക്കെ ചെയ്യാം. പക്ഷെ ഒരു ഭംഗിയുള്ള അല്ലെങ്കിൽ ഒരു ഈവണായിട്ടുള്ള ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യണതാണ് നല്ലത്. ഇതിലിപ്പോൾ 4ാമത്തെ ലെയറാണ് ചെയ്യണത്. ഇതിപ്പോൾ ഈ ഒരു സൈഡ് 4ആയി, 4 റിങ്സ് ആയിട്ടുണ്ട്. ഇതും ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് റിങ് ചെയ്യണതോടുകൂടി ഇതിപ്പോൾ ഒരു മാറ്റിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ, ഒരു സൈഡാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു റിങ് ചെയ്യണതോടുകൂടി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം 4, ഇതും 4, അങ്ങനെ ഒരു കറക്റ്റ് ഷേപ്പിലേക്ക് വരും. ഇതിപ്പോൾ ഞാൻ സൈഡിലേക്ക് ത്രെഡിനെ കൊണ്ടുവന്നില്ല, കാരണം ഇതിൽ ഈ ഒരു റിങ്ങിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കണ്ടല്ലോ, നേരത്തെ നമ്മൾ ഈ സൈഡിൽ വന്ന ത്രെഡിൽ ചെയ്യുമ്പോൾ നമുക്ക് ത്രെഡ് ഇവിടെ വന്നു. ഇതിപ്പോൾ ഞാനിവിടെ അവസാനിപ്പിച്ചതുകൊണ്ട് ത്രെഡ് ഇതാ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഈ ഒരു ലെയറിൽ അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത ഒരു ലെയറിലേക്ക് പോകുകയാണെങ്കിൽ മാത്രം നമുക്ക് ഈ സൈഡിൽ നിന്ന് കോർത്ത് എടുത്ത് ഇവിടേക്ക് കൊണ്ടുവന്നാൽ മതി. ഇതിപ്പോൾ ഇവിടെ അവസാനിപ്പിച്ചതുകൊണ്ട് ഇതാ നോക്കിക്കോളൂ, 1 2 3 4, ഇവിടെ 4ആണ്. അതേ 4 തന്നെ ഇങ്ങോട്ടുമുണ്ട്, ആ 4 തന്നെ ഇങ്ങോട്ടുണ്ട്. ഇനി ഈ ഒരു ഷേപ്പ് തന്നെ ഇപ്പുറത്തേക്കും നമ്മൾ ചെയ്തെടുക്കണം. ആ ഒരു 3 ലെയേഴ്സ് തന്നെ ഇപ്പുറത്തെ സൈഡിലോട്ടും നമുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മാറ്റ് കംപ്ലീറ്റ് ആവും. ഇതിപ്പോൾ ഇവിടെ കഴിഞ്ഞു. ത്രെഡിനെ നമുക്ക് ഇതിപ്പോൾ യൂസ് ചെയ്യാനൊക്കെ ഉള്ളതാണെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യണില്ല, യൂസ് ചെയ്യാനുള്ളതാണെങ്കിൽ ഈ ത്രെഡിൻ്റെ തുമ്പ് ആ കെട്ടിയിൽ കട്ട് ചെയ്യാതെ കുറച്ച് ബീഡ്സുകളുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കെട്ടി കൊടുക്കുക.
കയറ്റി കൊടുത്ത് കുറച്ചിങ്ങനെ ലെയറുകളിലൊക്കെ കയറ്റി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയാവും. ഇനി ഇപ്പുറത്തെ ഒരു സൈഡും കൂടെ ലെയറും കൂടെ എങ്ങനെ ചെയ്യണമെന്നും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു സൈഡാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അടുത്ത സൈഡിലേക്ക് ഇതാ ഈ അറ്റത്ത് നിൽക്കുന്ന 2 റിങ്ങുകളിലത്തെയും ഓരോ ബീഡുകളെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നേരെ ഈ ഒരു ലൈൻ നോക്കിയിട്ട് ഫസ്റ്റത്തെ ബീഡല്ല കോർക്കുന്നത്, സെക്കൻഡ് ബീഡാണ്. ഈ 2 റിങ്ങുകളും ജോയിൻ്റ് ആവണ ഭാഗത്തെ ഈ 2 മുത്തുകളാണ്. 2 റിങ്ങിൽ നിന്നും ഓരോ മുത്തുകളെയാണ് കോർക്കണത് കേട്ടോ. ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയണത് സംശയം ഇത് വീഡിയോസ് നോക്കി ചെയ്യുന്നവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 ബീഡ് നമുക്ക് കോമൺ ആയിട്ട് കിട്ടി. അപ്പോൾ 4 ബീഡ്സിനെ ഒന്ന് കോർത്ത് കൊടുക്കുക. 4ാമത്തതിൽ നമുക്ക് ക്രോസ് ചെയ്യാം. നമുക്കൊരു റിങ് കിട്ടി. ഇനി നമ്മൾ ഈ ഒരു സൈഡ് ചെയ്ത പോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ചെയ്തെടുക്കാം. 2 റിങ്ങുകളുടെ ഓരോ ബീഡിനെ എടുക്കുക, ബാലൻസ് മുത്തുകളെ കോർത്ത് കൊടുക്കാം. നമ്മൾ ലാസ്റ്റ് റിങ് എത്തി. അപ്പോൾ ഇതുപോലെ തന്നെ ത്രെഡിനെ കോർത്തെടുത്തു. സൈഡിലേക്ക് പുറത്തേക്ക് നിൽക്കുന്ന ത്രെഡിലേക്കാണ് 3 ബീഡുകൾ കോർത്ത് കൊടുത്ത് അടുത്ത ലെയറിലേക്ക് നമ്മൾ ത്രെഡിനെ എടുക്കുകയാണ് കേട്ടോ. 3 ബീഡ് കോർത്തു. 3ാമത്തതിൽ നമ്മൾ ക്രോസ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് അടുത്ത ലെയറിലേക്ക് ത്രെഡിനെ കിട്ടുക. അടുത്ത ലെയറിലേക്ക് ഇടണം. ഇതുപോലെ നമുക്കിനി അടുത്ത 3 ലെയറുകളും കൂടെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ടേബിൾ മാറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ത്രെഡൊന്നും കട്ട് ചെയ്തിട്ടില്ല. ഇനി കുറച്ചുകൂടെ ബീഡ്സുകളിൽ കൂടെ കോർത്തിട്ട് വേണം നമുക്ക് ആ ത്രെഡ് കട്ട് ചെയ്യാൻ. ഇതിപ്പോൾ ഏത് ഭാഗത്ത് നോക്കിയാലും ഈ 6 വശങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഈ 6 വശത്തും ഒരേ അളവിൽ തന്നെയാണ് കേട്ടോ. നോക്കിക്കോളൂ, 1 2 3 4 എന്നുള്ളത്. അതേപോലെ തന്നെ ഇങ്ങോട്ടും ഈ എല്ലാ ഭാഗങ്ങളും ഈ 4 റൗണ്ടുകളാണ് ഉള്ളത്. അതുപോലെ മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞു, ഈ സെൻറ്റർ ലൈൻ, ഇതിൽ ഏറ്റവും നീളം കൂടിയ ലൈനാണ് സെൻറ്റർ ലൈൻ. ആ ലൈനിൽ വച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ടേബിൾ മാറ്റിൻ്റെ സൈസ് കണക്കാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിംഗ് സ്റ്റിച്ച് ഉപയോഗിച്ചുള്ള ടേബിൾ മാറ്റ് ഉണ്ടാക്കുന്നത്. 6 ബീഡുകളുടെ റിങ്ങാണ് കേട്ടോ നമ്മളിതിൽ. അതായത് ഈ ഒരു റിങ് എടുത്തു കഴിഞ്ഞാൽ 6 മുത്തുകൾ ഉണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാ റിങ്ങിലും നമ്മൾ 6 മുത്തല്ല കോർത്ത് കൊടുത്തത്, ഡിഫറെൻ്റ് ആയിട്ടാണ് കോർത്ത് കൊടുത്തത്. പക്ഷെ അത് ജോയിൻ ചെയ്യുന്നതിനനുസരിച്ച് എല്ലാ റിങ്ങും, ഇതിലേത് റിങ് എടുത്ത് എണ്ണി നോക്കിയാലും 6 മുത്തുകൾ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത് റിംഗ് സ്റ്റിച്ചുള്ള ടേബിൾ മാറ്റ്. 2ാമത്തെ മെത്തേഡാണ് ഞാൻ ഇതിട്ടത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ബീഡ്സ് വർക്കുകളും ക്രാഫ്റ്റ് വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.